ശ്രീ സുരേഷ് ഗോപി എന്ന് പറയുന്ന നമ്മുടെ സംസ്കാരത്തെയും എല്ലാ മതങ്ങളെയും ചേർത്ത് പിടിക്കുന്ന ശ്രീ സുരേഷ് ഗോപിയുടെ ഒരു സിനിമയിൽ ജാനകി എന്ന പേര് തെറ്റായിട്ട് ഉപയോഗിക്കുന്ന സ്വപ്നത്തിൽ പോലും ആരും പറയില്ല. സുരേഷ് ഗോപിയുടെ ശത്രുക്കൾ പോലും പറയില്ല. അപ്പം അങ്ങനെ ഒരു അവസരത്തിൽ ഈ വിശ്വാസികളുടെ ഭാഗത്തു നിന്നോ കൾച്ചറൽ എന്ന് നമുക്ക് തന്നെ വിളിക്കാം. ഒരു സൈഡ് കൾച്ചറൽ, മറു സൈഡ് ലിബറൽ, ഒരു സൈഡ് റൈറ്റ്, മറു സൈഡ് ലെഫ്റ്റ്. അപ്പം ഈ റൈറ്റിൽ നിന്നുള്ള ഒരു ഓവറാക്കിയാൽ നമ്മളോടൊരു വിപ്രതിപത്തി തോന്നും. ഇത് ഇവന്മാരെല്ലാം ഓവറാക്കുകയാണെന്ന് തോന്നുന്നു. അതുകൊണ്ട് എൻ്റെ റിക്വസ്റ്റ് നമ്മുടെ സർട്ടിഫിക്കേഷൻ ബോർഡിനോട് ഇത്തരം കാര്യങ്ങൾ ഓവറാക്കാതെ പിടിക്കണം. കാര്യം നാളെ സീരിയസ് ആയിട്ടൊരു വിഷയം വന്നാൽ, നാളെ ആരെങ്കിലും നമ്മുടെ ശ്രീരാമനെയോ അയ്യപ്പനെയോ കൃഷ്ണനെയോ ഒക്കെ സീരിയസ് ആയിട്ട് വിമർശിച്ചാൽ പോലും നമുക്ക് പറയാനൊരു വോയിസ് ഇല്ലാതാകും. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ആ ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന സിനിമയ്ക്ക് ഒരു പെർമിഷൻ കൊടുക്കണം. അനുപമ പരമേശ്വരൻ കുറച്ച് വർഷങ്ങൾക്ക് ശേഷം വരികയാണ്. തെലുങ്കിലും കന്നഡയിലും ഒക്കെ വലിയ രീതിയിൽ ആ കുട്ടി പെർഫോം ചെയ്യുകയുണ്ടായി. ഇപ്പം തിരിച്ചു വരികയാണ്. ശ്രീ സുരേഷ് ഗോപിയാണ്. നല്ല സിനിമയാണെന്നാണ് പ്രഥമ ദൃഷ്ടിയാ തോന്നുന്നു. ഒരു കോർട്ട് റൂം ഡ്രാമയാണ്. ഓവറാക്കിയാൽ നമുക്കുള്ള ഒരു സ്പേസും കൂടി ഇല്ലാതാകുകയാണെന്ന് സെൻസർ ബോർഡ് തിരിച്ചറിയണം.